കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. നാമോ അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആടുകളുമാണ്. നമ്മൾ ദൈവത്തിൻ്റെ ജനമാണ്. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഞാൻ അവരുടെ നടുവിലുണ്ട്. ഇത് ദൈവം അരുളിച്ചത്. യഹോവയായ ദൈവം എൻ്റെ ജനം ലജ്ജിച്ചു പോകത്തില്ല. എൻ്റെ ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. മറ്റിടത്ത് എഴുതിയിരിക്കുന്നു, ഉറച്ചു നിൽക്കുക. പ്രതിസന്ധി ഇല്ല ഞാൻ, പക്ഷേ എൻ്റെ ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. എൻ്റെ ജനത്തിൻ്റെ നിന്ന, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടിരിക്കുന്നു. മറ്റാരും കണ്ടില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിലും അറിയുന്ന ഒരുവൻ ഇന്ന് പകൽ നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം അയക്കും. ദൈവം അത്ഭുതം ചെയ്യും. ദൈവം വീര്യം പ്രവർത്തിക്കും. ആര് എനിക്ക് വേണ്ടി കരുതുമെന്ന് ചിന്തിക്കുമ്പോൾ, എലിയാവേ, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം സരാപാത്തിലുമുണ്ട്. കിരീത്തിൽ കരുതിയ ദൈവം കിരീത്ത് വറ്റുമ്പോൾ ഇട്ടേച്ചു പോകില്ല. കാക്കയുടെ വരവൊരു കാലഘട്ടത്തിൽ നിൽക്കും, പക്ഷേ ദൈവത്തിൻ്റെ കരം ജീവൻ്റെ എൻഡ് വരെ നമ്മളെ പുലർത്തുന്നതാണെന്ന് ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നവർ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടം, ദൈവത്തെ സ്തുതിച്ചാട്ടം. ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ കരുത്ത്, ദൈവിക വിടുതലുകൾ, അതിൻ്റെ ആഴം പ്രിയ സഹോദരങ്ങളെ എത്ര ശ്രേഷ്ഠമാണ്. അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും കാണുമാറാക്കി അവിടം കൊണ്ട് തീർന്നില്ല. വീണ്ടും ജീവിപ്പിച്ച ദൈവം, തിരികെ കയറ്റിയ ദൈവം, വർദ്ധിപ്പിച്ച ദൈവം, ശക്തീകരിക്കുന്ന ദൈവം, സൂക്ഷിക്കുന്ന ദൈവം, വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന കർത്താവ്, വീഴ്ത്തുവാൻ സത്താന്യ ശക്തികൾ പദ്ധതി ഒരുക്കുമ്പോൾ വീഴാതെ വണ്ണം സൂക്ഷിച്ച് അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ളവനോ നമുക്ക് സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇതൊരു യാഗമാണ്. സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളുടെ ഘോഷിക്കുക. കാരണം അവിടുന്ന് മഹാദൈവം, ആർതികളെ സൃഷ്ടിച്ചവൻ, സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുമ്പാകെ അടുത്തു വരണം. ഭൂമിയുടെ അതോ ഭാഗങ്ങൾ ദൈവത്തിൻ്റെ മുമ്പ് കയ്യിലാണ്. എല്ലാം ദൈവത്തിൻ്റെ കരത്തിലാണ്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും ദൈവത്തിനുള്ളതാണെങ്കിൽ ദൈവം അറിയാതെ നമ്മുടെ തലയിലെ രോമങ്ങളിൽ ഒന്നുപോലും നിലത്ത് വീഴത്തില്ലെന്നൊരു ഉറപ്പ് ഇന്ന് തൻ്റെ ജനത്തിനുണ്ടാവണം. നല്ല ഉറപ്പ് പലപ്പോഴും നമുക്കറിയാം. പ്രാക്ടിക്കൽ ലൈഫിൽ വരുമ്പോൾ പലതിൻ്റെയും മുമ്പിൽ പതറിപ്പോകുന്നു. പ്രശ്നസങ്കീർണ അവസ്ഥയിൽ നിരാശയകത്ത് വന്നിട്ട് ദൈവാശ്രയം കുറയുന്നു. അല്ല, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിപ്പേൻ. ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത
ആ ശ്രേഷ്ഠ ഭുജം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി നീട്ടിക്കൊണ്ടിരിക്കുന്നു. 56-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം സുപരിതമാണ്. നീ എൻ്റെ ഉഴൽച്ചകളെ കേട്ടു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? അത് നിന്റെ പുസ്തകത്തിലില്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക്. ദാവീദിന്റെ ഒരു സങ്കീർത്തനാണ്. നോർമൽ അവസ്ഥയിൽ സന്തോഷകരമായ അനുഭവത്തിൽ ചമച്ച ഒരു സങ്കീർത്തനമല്ല. പ്രിയരെ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും പ്രതികൂലങ്ങളുടെ നടുവിലും നിലനിൽപ്പ് അപകടത്തിലാകുമെങ്കിലും പാടാൻ തയ്യാറുള്ളവർ ഇന്നും എഴുന്നേൽക്കണം. പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കണം. നിരാശപ്പെടാത്തവർ ആത്മാവിൽ സ്തോത്രം ചെയ്യണം. ഇവിടെ ഫെലിസ്ത്യർ ദാവീദിനെ ഗത്തിൽ വെച്ച് പിടിച്ച് താൻ ഓടിപ്പോകുമ്പോൾ, അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ ചമച്ച ഒരു സങ്കീർത്തനമാണ്. ശത്രുവിൻ്റെ കയ്യിൽപ്പെട്ട് അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ താൻ പാടിയ ഒരു സങ്കീർത്തനം. നമ്മുടെ കുറിവാക്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. നീ എൻ്റെ ഉഴച്ചകൾ എണ്ണുന്നെന്ന് പറഞ്ഞാൽ, കർത്താവെ ഞാൻ അലയുന്നത് നീ എണ്ണുന്നു കേട്ടോ. നമ്മൾ നമ്പർ 1, 2, 3 എന്നൊക്കെ എണ്ണുന്നത് പോലെ നിങ്ങൾ അലയുന്നത്, കുഴങ്ങുന്നത്, ചഞ്ചലിക്കുന്നത് അറിയുന്ന ഒരു ദൈവമുണ്ട്. അലച്ചിലുകൾ അറിയുന്ന ദൈവം. കാരണം സ്വസ്ഥതയില്ലാതെ ഒരിടത്ത് നിൽക്കാൻ കഴിയാതെ വണ്ണം ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സു തളരുന്നു, ശരീരം ക്ഷീണിക്കുന്നു. അടുത്ത ഭാഗം ഒന്ന് ശ്രദ്ധിച്ച്, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. നമുക്കറിയാം, പഴയ കാലഘട്ടങ്ങളിൽ പണ്ട് പട്ടാളക്കാർ യുദ്ധത്തിന് പോകുമ്പോൾ അവർ 1 മാസമോ 2 മാസമോ 6 മാസമോ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട്, പക്ഷേ വിവാഹം കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ കുടുംബസ്ഥരായ വ്യക്തികൾ പട്ടാളത്തിലുണ്ടാവും. അവർ യുദ്ധത്തിന് പോകുമ്പോൾ അവർ ഭാര്യമാർ വീട്ടിലിരിക്കും. അവരൊരു തുരുത്തി എടുത്തു വെച്ച് കരയും. ഹസ്ബൻഡിനോടുള്ള സ്നേഹം കാണിക്കാൻ ഹസ്ബൻഡിനെ ഓർത്തിവർ കരയുന്ന കരച്ചിൽ ഓരോ ദിവസവും ഈ തുരുത്തിയിലാക്കി വെക്കും. പിന്നീട് യുദ്ധം കഴിഞ്ഞ് ഹസ്ബൻഡ് തിരിച്ചു വരുമ്പോൾ ഇവർ ഈ തുരുത്തിയെടുത്ത് കാണിക്കും, എത്രയധികം കരഞ്ഞു. ഇവിടെ ദാവീദിന്റെ കയ്യിൽ അതുപോലൊരു തുരുത്തിയില്ല. കാരണം തനിക്ക് നിൽക്കാൻ കഴിയില്ല, താൻ ഓടിക്കൊണ്ടിരിക്കുക, അലഞ്ഞുകൊണ്ടിരിക്കുക. തൻ്റെ കയ്യിലൊരു തുരുത്തിയില്ല, ഒരിടത്ത് സ്റ്റോപ്പ് ചെയ്ത് പറ്റാത്ത അവസ്ഥ. അപ്പോൾ ദാവീദ് പറയുക, ദൈവമേ, എൻ്റെ കരച്ചിൽ അങ്ങയുടെ തുരുത്തിയിലാക്കി വെക്കണമേ. അവിടുത്തെ കയ്യിലൊരു തുരുത്തിയുണ്ട്, അതിലെൻ്റെ കണ്ണുനീറൊന്നാക്കി വെക്കണമേ. അത് അങ്ങയുടെ സന്നിധിയിലില്ലയോ എന്നാണ് ചോദിക്കുന്നത്. പ്രിയരെ, കരയുന്നവരുടെ കരച്ചിലും വേദനകളും സങ്കടങ്ങളും തുരുത്തിയിലുണ്ട്. ദൈവത്തിൻ്റെത് കേട്ടോ. തുരുത്തി നിറഞ്ഞ് പുറത്തു പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ലെന്ന് ഒരു പുസ്തകത്തിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് പോലെ, എഴുതി സൂക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ അലച്ചിലുകൾ. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത, നിലവിളി, സങ്കടം, കരച്ചിൽ, ഇത് ഞാൻ അറിഞ്ഞു, കണ്ടു, കേട്ടു എന്ന് പറഞ്ഞ് ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ എങ്കിൽ ഇന്ന് പകൽ ഒരിടത്ത് നിന്ന് സ്വസ്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. കണ്ണുനീര് ശേഖരിക്കാൻ, തുരുത്തിയിലാക്കി വെക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല. പക്ഷെ നിങ്ങളുടെ കണ്ണുനീരും സങ്കടം അപ്പനറിയില്ല, അമ്മയ്ക്കറിയില്ല, ഹസ്ബൻഡിനോ വൈഫിനോ കുഞ്ഞുങ്ങൾക്കോ അറിയില്ല. പക്ഷെ അത് ഒരുവന്റെ തുരുത്തിയിലുണ്ട്, കാണുന്ന ഒരുവനുണ്ട്.
പ്രവചനത്തിൽ വായിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ജനത്തിൻ്റെ കണ്ണുനീര് തുടയ്ക്കും, അവരുടെ നിന്ദ നീക്കിക്കളയും, അവരുടെ അലച്ചിലുകൾ മാറ്റി ഒരു സ്വസ്ഥത നൽകുന്ന ദൈവം, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നമ്മെ നടത്തുന്ന ഒരു ദൈവം. പ്രിയ സഹോദര സഹോദരി, കുഞ്ഞെ, നാളുകളായി നീ അസ്വസ്ഥനാണ്, അലഞ്ഞു നടക്കുന്നു, ഓടി നടക്കുന്നു, ഒരിടത്ത് റെസ്റ്റ് എടുക്കുവാൻ കഴിയാതെ വണ്ണം നിന്നെ അലട്ടുന്ന ശക്തിയുടെ മേൽ ദൈവാത്മാവ് പറയുന്നു, ദൈവം അത് കണ്ടിട്ടുണ്ട്, ദൈവം അത് അറിഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ പുസ്തകത്തിൽ അതുണ്ട്. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. നിന്റെ കണ്ണുനീർ കണ്ടിട്ടും പലർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലായി കാണില്ല. പക്ഷെ ദൈവത്തിൻ്റെ തുരുത്തിയിൽ നിന്റെ കണ്ണുനീരുണ്ടെങ്കിൽ അതിനൊരു പ്രതിഫലമുണ്ട്. ഹന്ന കരഞ്ഞത് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പുരോഹിതന് മനസ്സിലാവില്ല, ചർച്ചക്കാർക്ക് മനസ്സിലാവില്ല. അവൾ ഹൃദയം ഒരു ബക്കറ്റിനകത്ത് വെള്ളം പകരുന്നത് പോലെ പകർന്നുകൊണ്ടിരുന്നു. അത്ര തകർന്ന് അവൾ പ്രാർത്ഥിച്ചത്. പക്ഷെ അത് ദൈവത്തിൻ്റെ തുരുത്തിയിലുണ്ടായിരുന്നു. ഏറ്റവും വലിയൊരു റിസൾട്ട് അവിടെ കൊടുത്തത്. ഈ പകൽ കരയുന്നവർക്ക് വേണ്ടി ഒരു വലിയ റിസൾട്ട് വരാൻ പോകുക. ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുക. ദൈവം നിങ്ങളെ ശക്തീകരിക്കാൻ പോകുക. ദൈവം നിങ്ങളെ ഇന്ന് പകൽ പണിയാൻ പോകുക. ഇടിഞ്ഞതിനെയാണ് പണിയുന്നത്. ഇടിഞ്ഞു പോയ അവസ്ഥകൾ, അലഞ്ഞു പോയ അവസ്ഥകൾ ദൈവം നിങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ. സഹോദരി, നീ ചോദിച്ചില്ലേ എന്നൊരു സ്വസ്ഥത വരും. കണ്ണീരാരും കാണുന്നില്ലേ? ഇല്ല. ഒരുവൻ പറയുന്നു, നീ ഇനി അങ്ങനെ പറയരുത്, നിന്റെ കണ്ണുനീര് കണ്ട ഒരുവൻ. ഒരു കുഞ്ഞ് കരഞ്ഞാൽ, ഏങ്ങലടിച്ച് കരഞ്ഞാൽ, മാതാപിതാക്കളെ നിങ്ങൾ എത്ര സമയം നോക്കിക്കൊണ്ടിരിക്കും? ഇരിക്കാൻ പറ്റില്ല. നിങ്ങളതിനെ എടുക്കുന്നത് പോലെ തൻ്റെ ജനത്തെ ആശ്ലേഷിക്കുന്ന, കരങ്ങളിൽ വഹിക്കുന്ന, ശക്തി പകരുന്ന, രേഖകൾ വിരോധമായതിനെ നീക്കം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായി ചില തീർപ്പ് കൽപ്പിക്കുന്ന പകൽക്കാലമാ. നീ ചിന്തിക്കുന്ന ഇനി ഒരു വഴിയുണ്ടോ? ഇല്ല. ഇന്ന് പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്ന ഒരു വഴി വെളിപ്പെടാൻ പോകുന്നു. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യുന്ന ആത്മാവിലൊന്ന് എഴുന്നേൽക്കൂ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർ, നിരാശപ്പെട്ട നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ വ്യാപരിക്കുന്നു. കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വന്നിരിക്കുക. സ്തോത്രം. ചില രേഖകൾ വിരോധമായതിനെ കർത്താവ് മായ്ച്ചു കളഞ്ഞ് തൻ്റെ ജനത്തെ പുറപ്പെടുവിക്കുന്നതിന് സ്തോത്രം. ചില ശരീരങ്ങളിൽ നിന്ന് ചില മുഴകൾ അപ്രത്യക്ഷമാകുന്നതിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. ചില മുറിവുകളെ പരിശുദ്ധാത്മാവ് ഉണക്കിയിരിക്കാൻ സ്തോത്രം. അകത്തളങ്ങളിൽ ഒതുങ്ങിയിരിക്കുന്ന ചിലതിനെ അവിടുത്തെ ആത്മാവ് പുറത്തു കൊണ്ടുവരുന്നതിന് സ്തോത്രം. അവരുടെ ബുദ്ധിയെ ദൈവം തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ നാളുകൾ അടഞ്ഞ വാതിൽ ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഓപ്പണായി വരുന്നു. ഇപ്പോൾ സംഭവിക്കട്ടെ പിതാവേ. അവിടുത്തെ മഹത്വം എന്ന് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. സകല ബഹുമാനോടത്തേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു വത്സല സഹോദരങ്ങളെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ദൈവമഹത്വം വെളിപ്പെട്ടു വരട്ടെ. പരിശുദ്ധാത്മാ നിങ്ങളെ ടച്ച് ചെയ്യട്ടെ. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബിജു മാറ്റി.